നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. രൂപത്തിലും നാമത്തിലും ഭാവത്തിലും കൂടി നിർഗുണ നിരാകാര ബ്രഹ്മത്തെ കാണിച്ചു തരികയാണ്. നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും വർണ്ണിക്കുന്ന പ്രകാരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രഗ്രന്ഥമാകും. ആ ശാസ്ത്രഗ്രന്ഥത്തെ ഇതാ കഥയാക്കാൻ വേണ്ടിയിട്ട് അതിലെ ഓരോ ശാസ്ത്രതത്വത്തിനും രൂപവും ഭാവവും അതേപോലെ അത് വ്യക്തമാകുന്നതായ കഥാസന്ദർഭവും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്, പ്രതിഭാവാൻ ചെയ്യുന്നത്, വ്യാസൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ മഹാഭാരതം ഉണ്ടാവുക. ഇനി ഇതാ നോക്കിക്കോണം, ഈ ലോകത്തിലുള്ള പ്രമുഖങ്ങളായ നമുക്ക് പരിചയമുള്ള പദാർത്ഥങ്ങളെല്ലാം കാണിച്ചു തന്നിട്ട് ഇതെല്ലാം കൃഷ്ണനാണെന്ന് പറയുകയാണ്. നമ്മൾ മാലയുമിട്ട് മലയിലേക്ക് പോകുമ്പോൾ, ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാം അയ്യപ്പനാണ്. അതുകൊണ്ട് ആരെയൊക്കെ കാണുന്നുവോ, എന്തിനെയൊക്കെ കാണുന്നുവോ അതെല്ലാം അയ്യപ്പനാണ്, സ്വാമിയാണ് എന്ന് നമ്മൾ ശരണം വിളിച്ച് അറിഞ്ഞാണ് പോണേ. ഒരു മലയാത്ര കൊണ്ട് ഇത് മുഴുവൻ ഉറച്ചു എന്ന് വരില്ല, എങ്കിലും അതൊരു പരിശീലനമാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ ആ പരിശീലനത്തിന് ബലം വർദ്ധിക്കും. അവസാനം അത് സാത്വിക നിഷ്ഠയായി മാറും. അതിനു വേണ്ടിയിട്ട് കുറേയേറെ പദാർത്ഥങ്ങളെ കാണിച്ച് ഇതെല്ലാം കൃഷ്ണനാണ് എന്ന് പറയാണ്. ആദിത്യശ്ചന്ദ്രമാശ്ചൈവ നക്ഷത്രാണി ഗ്രഹാശ്ചയേ ദിശശ്ച വിദിശശ്ചൈവ സർവം കൃഷ്ണേ പ്രതിഷ്ഠിതം. നമ്മൾ ഈ ആകാശത്തും നമുക്ക് ചുറ്റുപാടുമായിട്ട് എന്തൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നുവോ, ധരിച്ചു വച്ചിരിക്കുന്നുവോ അതെല്ലാം കൃഷ്ണനിലാണ് നിലനിൽക്കുന്നത്. ഇതെല്ലാം കൃഷ്ണനാണ്. കൃഷ്ണനെ വിട്ട് ഇതൊന്നും തന്നെയില്ല. ഈ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ വിട്ട് ഇതൊന്നും തന്നെയില്ല. ആരൊക്കെ? ആദിത്യൻ, സൂര്യൻ, ചന്ദ്രമസ്, ചന്ദ്രൻ, അതേപോലെ നക്ഷത്രാണി, നക്ഷത്രങ്ങൾ, ഗ്രഹാശ്ചയേ, ഗ്രഹങ്ങൾ. നക്ഷത്രവും ഗ്രഹവും രണ്ടാണ്. അങ്ങനെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ. ഈ നക്ഷത്രങ്ങൾ നമുക്ക് ഋഷിമാരെ കാണിച്ചു തന്നു, ഗ്രഹങ്ങളെ കാണിച്ചു തന്നു. നമ്മുടെ ഭൗതിക ജീവിതത്തെ, ഈ ശരീര മനോബുദ്ധികൾ ഉൾപ്പെടുന്ന, പ്രാണങ്ങൾ ഉൾപ്പെടുന്ന ഭൗതിക ഘടകങ്ങളെ നേരിട്ട് പ്രബലമായി നിയന്ത്രിക്കുന്ന, നമ്മുടെ ഉള്ളിലും പുറമേയായിട്ട് വ്യാപിച്ചിരിക്കുന്ന ആ ഈശ്വര ശക്തികളാണ് ഗ്രഹങ്ങൾ. പിന്നെ നക്ഷത്രങ്ങളോ? നക്ഷത്രങ്ങൾ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോഴേക്കും ഉള്ളതായ 360 ഡിഗ്രി ഉണ്ടല്ലോ, ആ 360 ഡിഗ്രിയെ 27 അംശിച്ചതാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നത്. നക്ഷത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാർ അല്ല. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ 13.3333 ഇങ്ങനെ പോകുന്ന ആ ഒരു ചാപം അല്ലെങ്കിൽ ആർക്ക്, അതാണ് നക്ഷത്രം എന്ന് പറയുന്നത്. ബാക്കി കാണുന്നവയോ അവയെല്ലാം താരങ്ങളാണ്, നക്ഷത്രങ്ങളല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ താരമെന്നും നക്ഷത്രമെന്നും ഒക്കെ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. നക്ഷത്രവും താരവും രണ്ടാണ്. ഈ നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ, ആ ഭ്രമണപഥത്തിലെ ഓരോ ചാപത്തെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും എന്നുവെച്ചാൽ ഓരോ നക്ഷത്രത്തിൻ്റെ തുടക്കത്തിൽ ഉള്ള പ്രകടമായിട്ടുള്ള ഈ താരത്തെ നക്ഷത്രമായി എണ്ണുന്നു. അശ്വതി, ഭരണി, കാർത്തിക എന്ന്. അത് വച്ചിട്ടാണ് നമ്മൾ ആകാശത്തിൽ ചന്ദ്രൻ ഇപ്പോൾ ഏത് ചാപത്തിൽ അഥവാ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജനന സമയത്ത് നക്ഷത്രമെല്ലാം കണക്ക് കൂട്ടുന്നത്. കലണ്ടറിൽ നമ്മൾ കാണുന്ന, പഞ്ചാംഗത്തിൽ കാണുന്നതായ നക്ഷത്രം, അതിൽ നക്ഷത്രം ഉദിച്ചതിന് ശേഷം എത്ര നാഴികയിൽ തുടങ്ങുന്നു, അതേപോലെ എത്ര നാഴിക വരെ ഉണ്ടാകും ഇത്യാദികളെല്ലാം പഞ്ചാംഗത്തിലും കലണ്ടറിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും.
അങ്ങനെ ശാസ്ത്രം മൊത്തം ഇതിനകത്ത് കിടക്കുന്നു. ഭാരതീയ ഭൗതികശാസ്ത്രവും അധ്യാത്മശാസ്ത്രവും മുഴുവൻ ഇതിനകത്ത് കിടക്കുന്നു. ആദിത്യാശ്ചന്ദ്രമാശ്ചൈവ നക്ഷത്രാണി ഗ്രഹാശ്ചയേ ദിശാശ്ച വിദിശാശ്ചൈവ, ദിക്കുകൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും, വിദിക്കുകൾ വീണ്ടും 4 കോണുകളെ കൂടി നമുക്ക് കാണാമല്ലോ. തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, അങ്ങനെ ദിക്കുകളും വിദിക്കുകളും എല്ലാം. സർവം കൃഷ്ണേ പ്രതിഷ്ഠിതം, ഇതെല്ലാം കൃഷ്ണനിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കൃഷ്ണനാണ്. ഇതുണ്ടാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും കൃഷ്ണനിലാണ്. ഇതെല്ലാം കൃഷ്ണനാണ്. കൃഷ്ണനെ വിട്ട് ഒരു ദിക്കുകളുമില്ല, ഒരു സൂര്യനുമില്ല, ഒരു ചന്ദ്രനുമില്ല. സർവവും കൃഷ്ണനാണ്. അഗ്നിഹോത്രമുഖാ വേദ ഗായത്രി ഛന്ദസാമുഖം. വേദങ്ങള് അഗ്നിഹോത്രം എന്നുള്ള മുഖത്തോടു കൂടിയവരാണ്. അഗ്നിഹോത്രമാണ് വേദങ്ങളിൽ പ്രധാനം. അത് കൃഷ്ണനാണ്. അതേപോലെ ഈ വേദങ്ങൾ കൃഷ്ണനാണ്. അതേപോലെ ഛന്ദസ്സുകളുടെ മുഖം ഏതാ? ഗായത്രി എന്നുള്ള ഛന്ദസ്സാണ്. രാജാമുഖം മനുഷ്യാണാം നദീനാം സാഗരോ മുഖം. മനുഷ്യരുടെ മുഖം രാജാവാണ്. മനുഷ്യർ പ്രധാനി രാജാവാണ്. അതേപോലെ തന്നെ നദികളുടെ മുഖം എന്ന് പറയുന്നത് സമുദ്രമാണ്. എല്ലാ നദികളും സമുദ്രത്തിലാണ് ചെന്ന് ചേരുക. ചിലത് കായലിൽ ചെന്ന് ചേരും, ചിലത് വേറെ നദിയിൽ ചെന്ന് ചേരും. അതായാലും പിന്നെ പരമമായിട്ട് സമുദ്രത്തിൽ തന്നെ ചെന്ന് ചേരും. നക്ഷത്രാണാം മുഖം ചന്ദ്ര. നക്ഷത്രങ്ങളുടെ എല്ലാം മുഖം ചന്ദ്രനാണ്. ആദിത്യ തേജസാം മുഖം. സർവവിധ തേജസ്സുകളുടെയും മുഖം ആദിത്യനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. പർവ്വതാനാമുഖം മേരു. പർവ്വതങ്ങളുടെ എല്ലാം മുഖം അത് മേരുവാണ്. മേരുവാണ് പർവ്വതങ്ങളിൽ പ്രധാനി, മഹാമേരു. പർവ്വതാനാം മുഖം മേരു. ഗരുഡ പതതാം മുഖം. പതതാം പക്ഷികളുടെ മുഖം ഗരുഡനാണ്. ഊർധ്വം തിര്യഗധശ്ചൈവ യാവതീ ജഗതോ ഗതി. സദേവകേഷു ലോകേഷു ഭഗവാൻ കേശവോ മുഖം. ഇതിൻ്റെ മുഴുവൻ മുഖം കേശവനാണ്. കേശവനാണ് സർവ പ്രാധാന്യം അർഹിക്കുന്നവൻ. കാരണം ഇവയെല്ലാം കേശവനിലുണ്ടായി, കേശവനിൽ നിലനിന്ന് കേശവനിൽ ലയിക്കുന്നവയാണ്. ഊർധ്വം, നമ്മൾ ഈ ഭൂമിയിൽ നിന്നിട്ടാണല്ലോ ഈ പ്രപഞ്ചത്തെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് മുകളിൽ അങ്ങ് നക്ഷത്രങ്ങളുടെയൊക്കെ മണ്ഡലമുണ്ട്. അങ്ങനെ ഊർധ്വം മുകളിലും തിര്യക് വശങ്ങളിലും അധശ്ചൈവ താഴെയും. ഏതൊക്കെയാണോ ഈ ലോകത്തിലുള്ളത്, എന്തൊക്കെയാണോ ഈ ലോകത്തുള്ളത്, അതെല്ലാം ഭഗവാൻ കൃഷ്ണനാണ് എന്നറിഞ്ഞുകൊള്ളണം. അവയുടെ എല്ലാം അടിസ്ഥാനം കൃഷ്ണനാണ്. അവയിൽ ഉള്ളതും കൃഷ്ണനാണ്. ആ കൃഷ്ണൻ ഈ 14 ലോകങ്ങളായി കാണപ്പെടുന്നു. ആ 14 ലോകങ്ങളിലുള്ള ചരാചരങ്ങളായി കാണപ്പെടുന്നു. ഇതെല്ലാം കൃഷ്ണനാണല്ലാതെ വേറൊന്നും തന്നെയല്ല. ഇങ്ങനെ സർവപദാർത്ഥങ്ങളിലും സത്യദർശനം. അതാണ് ഇവിടെ ദൈവീ സമ്പത്തിൽ അഹിംസാ സത്യമക്രോധ. അഹിംസ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യം എന്ന് വ്യാസഭഗവാൻ കേൾപ്പിച്ചത്. ഇതാണ് സത്യം, എല്ലാം പരമാത്മാവാണ് എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. അത് ക്രമേണ ഉറച്ചു വരും. അത് ഉറച്ച് വരുമ്പോഴേക്കും ഇതെല്ലാം നമ്മുടെ നേരിട്ടുള്ള പ്രത്യക്ഷ അനുഭവമായി മാറും. അങ്ങനെയുള്ള അനുഭവം നേടിയ ആളാണ് ഭീഷ്മൻ. ആ ഭീഷ്മൻ ആ അനുഭൂതിയിൽ നിന്നുകൊണ്ടാണ് ഇത് പറയണേ. അതുകൊണ്ടാണ് ഇത് ഗംഭീരമായ കവിതയായിട്ട്, ഇത്രയേറെ ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. വർത്തമാനാമതീതാം ച ശൃണുരാജൻ യുധിഷ്ഠിര ഈശാവാസ്യോത്തമസ്യേനാം കർമ്മണാം ഗഹനാംഗതിം. അല്ലയോ യുധിഷ്ഠിര, ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഇരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവയുടെ എല്ലാം യാഥാർത്ഥ്യത്തെ, അല്ലയോ യുധിഷ്ഠിര, നീ ശ്രദ്ധയോടുകൂടി അറിഞ്ഞുകൊള്ളുക, ശ്രദ്ധിച്ചുകൊള്ളുക. ഈ ഭഗവാന്റെ കർമ്മങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ ലീലകളുടെ രീതിയുണ്ടല്ലോ, അത് എളുപ്പത്തിൽ ആർക്കും പിടിതരുന്നതല്ല. പിടികിട്ടും. എപ്പോൾ?
നാം നമ്മുടെ ബോധമണ്ഡലത്തെ ആ പ്രകാരത്തിൽ പരിശീലിപ്പിച്ച് എടുക്കുന്ന അവസരത്തിൽ ആ ഭഗവാൻ നിർഗുണ നിരാകാര ബ്രഹ്മം ഇപ്പോഴിതാ സഗുണ സാകാരമായി ഇവിടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ യാഗശാലയിൽ അഗ്രപൂജ ഏറ്റുവാങ്ങി നമ്മുടെ മുന്നിലിരിക്കുന്നു. അവ്യക്തോ വ്യക്തലിംഗസ്ഥോ യേശ ഭഗവാൻ പ്രഭു. അവ്യക്തനാണ് ഈ ഭഗവാൻ. എന്താ? ഈ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല, ഈ കാതുകൊണ്ട് കേൾക്കാൻ കഴിയില്ല, ഈ മൂക്കുകൊണ്ട് ഭഗവാനെ മണത്തറിയാൻ കഴിയില്ല, ഈ നാവ് കൊണ്ട് രുചിച്ചറിയാനോ ഈ തൊക്ക് കൊണ്ട് തൊട്ടറിയാനോ കഴിയില്ല. ഈ ലോകപദാർത്ഥങ്ങളെ നമ്മൾ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടാണ് അറിയുന്നത്. കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണത്തറിയുന്നു, നാവ് കൊണ്ട് രുചിച്ചറിയുന്നു, തൊക്ക് കൊണ്ട് തൊട്ടറിയുന്നു. നമ്മൾ ഓരോ പദാർത്ഥവും ഇത് പുസ്തകമാണ്, ഇത് ആനയാണ്, ഇത് മരമാണ്, ഇത് സൂര്യനാണ് എന്നൊക്കെ അറിഞ്ഞ് വിലയിരുത്തുന്നത് ഈ പറഞ്ഞ 5 തരം അറിവുകളുടെ കൂട്ടിക്കലരലുകൾ കൊണ്ട് മാത്രമാണ്. താമരപ്പൂവിന്റെ നിറവും താമരപ്പൂവിന്റെ സ്പർശവും താമരപ്പൂവിന്റെ ആകൃതിയും, നിറവും ആകൃതിയും ഒന്ന് തന്നെയാണ്. അതിന്റെ സ്പർശവും അതിന്റെ ഗന്ധവും കൊണ്ടാണ് നമ്മൾ താമരപ്പൂവിനെ അറിയുന്നത്. താമരപ്പൂവിൽ നിന്ന് അതിന്റെ ഗന്ധത്തെ മാറ്റുക, താമരപ്പൂവിൽ നിന്ന് അതിന്റെ വർണ്ണത്തെ ആകൃതിയെ മാറ്റുക നമുക്കിപ്പോൾ കഴിയില്ല. ഭഗവാനെ കഴിയൂ, കാരണം അദ്ദേഹം അത് നിർമ്മിച്ചു വെച്ചിരിക്കണേ. പക്ഷെ അതൊന്ന് ഭാവന ചെയ്ത് നോക്കുക. ആ താമരപ്പൂവിന്റെ സ്പർശം, കോമള സ്പർശം അതിൽ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് താമരപ്പൂവുണ്ടോ? ഈ പറഞ്ഞ ഇന്ദ്രിയഗ്രാഹ്യമായ അതിൻ്റെ ആ സ്പർശത്തെ നമ്മൾ ത്വക്കുകൊണ്ടറിയുന്നു, അതിൻ്റെ ഗന്ധത്തെ മൂക്കുകൊണ്ടറിയുന്നു, ഘ്രാണം മൂക്കുകൊണ്ടറിയുന്നു, അതിൻ്റെ ആ ആകൃതിയെയും നിറത്തെയും കണ്ണുകൊണ്ടറിയുന്നു. ഈ 3 ആകൃതികളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താമരപ്പൂ ഉണ്ടോ? താമരപ്പൂ ഇല്ല, നമുക്ക് താമരപ്പൂ ഇല്ല. അതാണ് ഈ ലോകത്തിൽ ഈ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത് ഈ 5 ആകൃതികളുടെ പല ഘടകങ്ങൾ പല അളവിൽ കൂടിച്ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. അതിനെ നീക്കിക്കഴിഞ്ഞാൽ ഈ ലോകമില്ല, ലോകാനുഭവമില്ല. അതാണ് അവ്യക്തം എന്ന് പറയണത്. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഉള്ളത് നിർഗുണ നിരാകാര ബ്രഹ്മം. നിർഗുണ നിരാകാര ബ്രഹ്മം, ആ നിർഗുണ നിരാകാര ബ്രഹ്മം സച്ചിദാനന്ദം ഈ 5 ആകൃതികളെയും നീക്കിക്കഴിഞ്ഞാൽ, പ്രപഞ്ചത്തെയും നീക്കിക്കഴിഞ്ഞാൽ, നമ്മിൽ നീക്കിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് നിർഗുണ നിരാകാര ബ്രഹ്മം. അത് നമുക്ക് ഈ കണ്ണിന് വിധേയമല്ലാത്തത് കൊണ്ടും ഈ കാതിന് വിധേയമല്ലാത്തത് കൊണ്ടും അതിനെ നമ്മൾ അവ്യക്തം എന്ന് പറയും. നമുക്ക് വ്യക്തമല്ല, ഉറപ്പായിട്ട് നേരിട്ട് കൃത്യമായിട്ട് കാണാനും അറിയാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള അവ്യക്തമായ ഈ ഇന്ദ്രിയങ്ങൾക്ക് അവ്യക്തമായ എന്നർത്ഥം. അതിനെ ധ്യാനം കൊണ്ട് വ്യക്തമായി അനുഭവിച്ചറിയാം, അവിടെ അത് വ്യക്തമാണ്. അങ്ങനെയുള്ള ആ അവ്യക്തം ഇപ്പോൾ നമുക്ക്, മനുഷ്യരായ നമുക്ക് നേരിട്ട് കാണാനും അറിയാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് വ്യക്തിമാപന്നം, അദ്ദേഹം ഒരു വ്യക്തമായിരിക്കുന്ന രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നു. നിർഗുണ നിരാകാര ബ്രഹ്മം സഗുണ സാകാരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞപ്പട്ടുടുത്ത നീലവർണ്ണമുള്ള കയ്യിൽ മുരളികയേന്തിയ പീലി തിരുമുടിയുള്ള ആ കൃഷ്ണനെ കൺമുന്നിൽ കാണുന്നത്. ആ അവ്യക്തം സ്വീകരിച്ചിരിക്കുന്ന രൂപമാണിത്, ആകൃതിയാണിത്. അങ്ങനെ ആ അവ്യക്തം രൂപത്തെ കൈക്കൊണ്ടിട്ട് കാണപ്പെടുന്നതാണ് ഭഗവാൻ പ്രഭു. പ്രഭുവായ ഭഗവാൻ, എല്ലാത്തിനും ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ, അദ്ദേഹമാണിത്. ഈ ഇരിക്കുന്ന കൃഷ്ണൻ എന്നറിഞ്ഞുകൊള്ളുക. ഇദ്ദേഹം പുരാ നാരായണോ ദേവ സ്വയംഭൂ പ്രപിതാമഹ. പുരാ, പണ്ട് നാരായണദേവനായിരുന്നു, ഇപ്പോഴും നാരായണദേവൻ തന്നെ. എന്തേ പണ്ട് പുരാ നാരായണോ ദേവ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്? ഈ ലോകമാണ് സത്യം എന്നുള്ള ഉറപ്പ് കിടക്കുന്ന സാധാരണ മനുഷ്യരോടാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ കാണുന്നത് ഭഗവാന്റെ ഈ രൂപം. അപ്പോൾ ആ അവ്യക്തമോ അത് നേരത്തെയുള്ളത് എന്നൊരു തോന്നലുണ്ടാകും. പക്ഷെ ഇപ്പോഴും അവ്യക്തം തന്നെ. ആ അവ്യക്ത രൂപത്തിന്, നിർഗുണ നിരാകാര ബ്രഹ്മത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല.
ആ മാറ്റം വരാതെയാണ് ഈ സഗുണസാകാരത കാണപ്പെടുന്നത്. അത് അധ്യാസം എന്ന് പറയും. അത് വേദാന്തശാസ്ത്രത്തിൻ്റെ ഉപരിപാഠമാണ്. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൻ്റെ തുടക്കത്തിൽ ശങ്കരാചാര്യസ്വാമികൾ അധ്യാസ ഭാഷ്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ സാധാരണ ജനത്തോട് പറയാൻ പറ്റൂല എന്ന് ഭീഷ്മർക്കറിയാം. അതുകൊണ്ട് ഭീഷ്മൻ അങ്ങോട്ടൊന്നും കയറാതെ, എന്നാൽ അതിനെ അറിയാൻ യോഗ്യതയുള്ള ആളുകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. പണ്ട് ഇദ്ദേഹം നിർഗുണ നിരാകാരമായിരുന്നു. നേരത്തെ ഇങ്ങനെ ദേവകിയുടെ മകനായിട്ട് അവതരിക്കുന്നതിന് മുമ്പേ നിർഗുണ നിരാകാരമായിരുന്നു. അപ്പോൾ അദ്ദേഹം നാരായണനാണ്. ഈ കാണാ എല്ലാറ്റിൻ്റെയും ഉള്ളിലും പുറമേ നിറഞ്ഞു നിൽക്കുന്നവൻ. അതാണ് നാരായണൻ, നാരങ്ങളിൽ അയനം ചെയ്യുന്നവൻ. നമുക്കൊക്കെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഈ നാരായണൻ്റെ അച്ഛനെയും അമ്മയെയും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അദ്ദേഹം സ്വയംഭൂവാണ്. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളയാളാണ്.